തീർച്ചയായിട്ടും ജനങ്ങൾ ആവേശപൂർവ്വം ബൂത്തിലേക്ക് വരുമ്പോഴും വളരെ ദുഃഖകരമായ വാർത്തയാണ് ഇന്ന് രാവിലെയും. പാലക്കാട് ജില്ലയിലെ മുണ്ടൂരിൽ കുമാരൻ എന്ന് പറയുന്ന ഒരു സാധാ മനുഷ്യന് അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് ആനയുടെ ചവിട്ടേറ്റ് മരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഉയർത്തിയ വിഷയങ്ങൾ അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഇന്നും കാലത്ത് എന്താ പറയുക മനുഷ്യരെ വിളിച്ചറിയിക്കുകയാണ് പത്രമാധ്യമങ്ങൾ. ഈ വിഷയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ നിർണായകമായ ചർച്ചയാകുന്നത്. അത്ര ഭീതിയോട് കൂടിയിട്ട് തന്നെയാണ് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് വരുന്നത്. നിലനിൽപ്പിൻ്റെ പോരാട്ടം എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നത് അതുകൊണ്ടാണ്. സ്വാഭാവികമായും വലിയ രീതിയിൽ നിങ്ങൾ ആവേശപൂർവ്വമാണല്ലോ എന്ന് ചോദിച്ച ചോദ്യം, ആ വാക്കിനേക്കാളും അതിൽ ഉത്തരം മനുഷ്യർ ഒരു എന്താ പറയുക ഒരു നിലനിൽപ്പിനായിട്ടുള്ളൊരു പ്രതികാര ബുദ്ധിയോട് കൂടിയിട്ട് വോട്ടിൽ വന്നിട്ട് ഈ ഗവൺമെൻറ്റിനെതിരെ വോട്ട് ചെയ്യുന്ന സ്ഥിതിവിശേഷം ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. അത് തീർച്ചയായിട്ടും ഈ വന്യ മൃഗ അറ്റാക്കിൻ്റെ ഇഷ്യൂവും ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ നിലപാടും ചർച്ച ചെയ്യപ്പെടുമെന്നത് വസ്തുതയാണ്. എന്നാൽ മൂന്ന് മുന്നണികളും വളരെ ബുദ്ധിപൂർവം ജനങ്ങൾ നേരിട്ട ഇത്തരം വിഷയങ്ങളെ ചർച്ച ചെയ്യാതെ അന്താരാഷ്ട്ര വിഷയങ്ങൾ ചർച്ച ചെയ്ത് പോകുന്ന വോട്ടർമാരെ വിഡ്ഢികളാക്കുന്ന ഒരു നിലപാടാണ് ഇവിടെ കണ്ടത്. അതും ജനങ്ങളെ സംബന്ധിച്ച് വോട്ടർമാരെ സംബന്ധിച്ച് അവരുടെ ഇടയിൽ വലിയ അതിനുള്ള ഒരു പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. അത് സ്വാഭാവികമായിട്ടും ഈ ജനകീയ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എനിക്ക് അനുകൂലമാണ്. 100% ഞാൻ ആദ്യം പറഞ്ഞ 75,000 വോട്ട് എന്നതിൽ നിന്ന് ഞാൻ ഒന്നുകൂടി വ്യത്യസ്തമാക്കി പറയുകയാണ്. വീണ്ടും വർദ്ധിക്കും. ഇന്നലെ ഇപ്പോൾ നിങ്ങളെ കാണാൻ കുറച്ച് വൈകിയത് ഇന്നലെ രാത്രി 3:30 മണിക്കാണ് ഞാനിവിടെ എത്തുന്നത്. അപ്പോൾ ആളുകൾ എത്ര വൈകിയും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ക്ലബ്ബുകൾ, സാമൂഹിക സംഘടനകൾ ഇവരൊക്കെ തയ്യാറാണ്. ഇന്നലെ 3 മണിക്കൊക്കെ ഒരു എന്താ പറയുക യുവജന ക്ലബ്ബുമായിട്ട് ഞാൻ ചർച്ച നടത്തുകയാണ്. ഫീൽഡിൽ നിന്ന് ഇന്നത്തെ കാര്യങ്ങൾ തീരുമാനമാക്കി കഴിയുമ്പോൾ തന്നെ ഏകദേശം 11:30-12 മണിയായി. അതിനുശേഷം 3-4-5 യൂത്ത് ക്ലബ്ബുകളെ ഞങ്ങൾ കാണുകയുണ്ടായി. അപ്പോൾ എന്തിനാ അവർ ഈ 3 മണിക്കൊക്കെ ഉറക്കൊഴിച്ചിരിക്കുന്നത്? ഞാനൊരു സ്ഥാനാർത്ഥി എന്ന നിലക്ക് ആളുകൾ കാത്തുനിന്നാൽ ഏത് പാതിരാത്രിക്കും പോകേണ്ടതുണ്ട്. പക്ഷേ ചെറുപ്പക്കാരെന്തിനാണ് കാത്തു നിൽക്കുന്നത്? ഇതൊക്കെ ഒരു 12-12 ഉള്ളിൽ ഫിക്സ് ചെയ്ത മീറ്റിങ്ങുകളാണ്. പക്ഷേ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും 10 മിനിറ്റ് എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് അരമണിക്കൂറും 3/4 മണിക്കൂറും അവരുടെ കാര്യങ്ങൾ കേട്ട് ചർച്ച ചെയ്യുമ്പോൾ സമയമെടുക്കുകയാണ്. പക്ഷെ മറ്റുള്ളവർ നിങ്ങൾ പോയിക്കോ നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കാണാമെന്നുകൊണ്ട് ചെറുപ്പക്കാരന് തയ്യാറല്ല. അപ്പോൾ അത് എന്താണ്? ഇനി ഞാൻ പറഞ്ഞു വീട്ടിൽ ചെറിയ 7 വയസ്സിലെ കുട്ടികൾക്ക് പോലും കത്രിക ചിഹ്നം അറിയാം. നിങ്ങൾ കണ്ടാണല്ലോ. ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ പല പത്രക്കാരും ഇത് കേട്ടാണ്. എങ്ങനെയാണ് 7 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് തീരുമാനിക്കപ്പെട്ട PV അൻവറിൻ്റെ ചിഹ്നം കത്രിക എന്ന് പറയുന്നത്? ആ വീട്ടുകാരാ കാര്യം അത്രയും ഗൗരവമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അതാണ് വോട്ട്. ആ വോട്ടാണ് വരുമെന്ന് ഞാൻ പറയുന്നത്. അത് നമുക്ക് 23-ാം തീയതി കാണാം. ശരി, PV അൻവറിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. എല്ലാവരും തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ്. ജയം ഉറപ്പെന്ന് പറയുന്നു PV അൻവർ ഇപ്പോൾ.